ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കൽക്കി 2898 AD 2898 AD എന്ന പ്രഭാസിൻ്റെ സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. പടത്തിൻ്റെ ഡയറക്ടർ നാഗ അശ്വിൻ, പിന്നെ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സന്തോഷ് നാരായണൻ, മൈ ഗോഡ്. ആൻഡ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ദിശാപതി, ഇവരൊക്കെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഈ മാസം 27 27 റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ പടത്തിൻ്റെ ബഡ്ജറ്റാണ് ഹൈലൈറ്റ്. 600 കോടി 600 crores ആണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ഈ പടത്തിൻ്റെ ടീസർ കണ്ടപ്പോൾ ഫ്ലാറ്റ് ആയതാണ്. കാരണം ടീസർ എന്നെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഹോളിവുഡ് തരത്തിലൊക്കെ വരുന്ന എല്ലാ സിനിമകളും ഒരുമാതിരി ബോർ അവസ്ഥയാണ്, കാണാൻ പോലും മെനയില്ലാത്ത രീതിയിലായിരിക്കും ഒട്ടുമിക്ക ഹോളിവുഡ് തരത്തിൽ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഫിലിംസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓവർ എക്സൈറ്റഡ് അങ്ങ് കുറച്ച് കുറഞ്ഞു. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. കൂടുതൽ പറയാനുള്ള ഞാൻ കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, ജസ്റ്റ് ലെറ്റ്സ് ഗോ. ഫുൾ വോളിയം, ലെറ്റ്സ് വാച്ച്. പൊളിയില്ലേ? ഈ ഭൂമിയിലെ ആദ്യത്തെ നഗരം, ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. മുകളിൽ വെള്ളമുണ്ടത്രേ. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷപ്പെട്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമിന് അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വൈകിയ പൂച്ചി ഇതല്ല സ്വപ്നവരൊന്നും. നമ്മൾ കോംപ്ലക്സിലായിരുന്നു. 1 million യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലമ്മേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ബിയറാന്നറിയും? എന്റെ കൂടെ വാ, എത്ര യൂണിറ്റ്സ് തരും? പച്ച കള്ളം. നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. ഭൈരവ, പൈസ ബൗൺസ്. ഹായ് ഹായ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് ഷുവർ? റെക്കോർഡ് ചെക്ക് ചെയ്യേ. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? കമൽഹാസൻ ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ഇങ്ങനത്തെ മുഖമല്ലേ കമൽഹാസൻ? നമ്മുടെ ഡൂൺ സിനിമ അങ്ങനെ തന്നെ അവരെ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അപ്പോൾ എന്തായാലും ട്രെയിലർ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം എന്ന് തോന്നുന്ന തരത്തിലുണ്ട്. എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി തന്നെയായിരിക്കും. കാരണം ഈ സംഭവമൊക്കെ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ടിവിയിലിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഫീല് കിട്ടില്ല. ഇതെന്തായാലും ഐമാക്സ് എക്സ്പീരിയൻസ് ഐമാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇതിലും തോൽക്കില്ല. ദുൽഖർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ഇനി പടത്തിലത് വേറെ വല്ല റോളൊക്കെ ആയിട്ട് എന്തെങ്കിലും വരുമായിരിക്കും, നോ ഐഡിയ. നമുക്കൊന്ന് കാണാം. ശോഭന ഉണ്ട്. ശോഭനയുടെ വിഷയം റൂമറായിട്ടാണ് കേട്ടെ, അത് 100% ആണെന്ന് വിചാരിച്ചില്ല. പക്ഷെ ശോഭന ഉണ്ട്, അന്നബൻ ഉണ്ട്. എനിവേ ഗൈസ്, ഇതിനകത്ത് എനിക്കൊന്ന് ബുജ്ജിയുടെ സംഭവം, അതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നത് കീർത്തി സുരേഷ് എന്നാണ് പറഞ്ഞത്. പക്ഷെ മലയാളത്തിൽ കീർത്തി സുരേഷ് അല്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ മലയാളം ഡബിൽ കീർത്തി സുരേഷിന്റെ വോയിസ് ആയിട്ട് തോന്നിയില്ല. നിന്റെ സൈഡ് അമിതാഭ് ബച്ചൻ ഇവരെക്കാൾ ഒരു വലിയ മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. സുപ്രീമൻ അപകടമാണ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. പ്രഭാസ് എല്ലാ മനുഷ്യരെക്കാൾ ഭയങ്കര ഹൈറ്റ് കൂടിയ ഒരാളായിട്ടാണ് അമിതാഭ് ബച്ചൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ജൂൺ 27 കൽക്കി എന്ന 2890 AD എന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഗൈസ്, ദിസ് ഇസ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എല്ലാ കൽക്കി മക്കൾക്കും ബൈ ബൈ. ഇതാരെ ഈ മെസ്സേജ് കൊണ്ടിരിക്കണേ? മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്.